ഓണത്തിന്റെ എല്ലാവരും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കുർത്തീസിലാണ്. പക്ഷെ ആ കുർത്തീസിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ കൂട്ടത്തിലേക്ക് പെയർ ചെയ്യുന്ന ബോട്ടംസും ദുപ്പട്ടാസും അടിപൊളിയായിരിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഒരു ഓണം കുർത്തീസ് ആണ് അതിന്റെ കൂട്ടത്തിലേക്ക് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബോട്ടംസും ദുപ്പട്ടാസും കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്ലബ് സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിലേക്ക് ഞാൻ പെയർ ചെയ്ത ബോട്ടം നമുക്കിവിടെ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എൻ പോർഷനിലേക്കായിട്ട് ഒരു ഡിസൈനർ പാച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ലുക്കേ മാറി ഒരു പ്രീമിയം ലുക്കിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ താർലാഫറിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത അതേ ഫിറ്റിംഗിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. സ്ലബ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനുള്ളിലേക്കായിട്ട് എക്സ്ട്രാ മാർജിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. വൺ സൈഡിലേക്കായിട്ട് പോക്കറ്റും വരുന്നുണ്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോർ സ്റ്റൈലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. പ്രൈസ് വരുന്നത് 399 ആട്ടോ. അപ്പോൾ ഇതിന്റെ പ്ലസ് സൈസിലേക്ക് വരുമ്പോഴത്തേന് 429 ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെയായിട്ടോ ഇനി കുർത്തീസിന്റെ കൂട്ടത്തിലേക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ദുപ്പട്ടാസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് പറഞ്ഞാൽ സെമി ബനാറസി ഫാബ്രിക്, അതും ഒരു സെമി സിൽക്കിനകത്തേക്കാട്ടോ ഈ ഒരു ബനാറസി വീവിങ് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആണ് ഈ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ബനാറസി വീവിങ് വരുന്നത്. ഓഫ് വൈറ്റിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾഡൻ ചെറിയുടെ വീവിങ് ആണ് വന്നേക്കുന്നത്. ഇതൊന്നും ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഓണം എന്നല്ല, നമുക്കൊരു ഓഫ് വൈറ്റ് ഇപ്പൊ ഇതുപോലെയൊക്കെ ഒരു സെറ്റ് ആണെങ്കിൽ ഒരു ബാപ്റ്റിസോ ക്രിസ്മസ് ഈസ്റ്റർ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്നായിട്ട് നല്ല എല്ലാത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാച്ച് ചെയ്യും. നമ്മൾ ലാസ്റ്റ് ഇയറിലൊക്കെ ഈ കൈൻഡ് ഓഫ് ദുപ്പട്ടാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. താഴേക്കായിട്ട് ഫാൻസി ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല വീതിയും നല്ല നീളവും ഒക്കെയുള്ള ദുപ്പട്ടയാട്ടോ. ഇട്ടാൽ നല്ല ഒതുങ്ങി കിടക്കുകയും വൺ സൈഡൊക്കെ ഇട്ടാൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇനി ഈ ഒരു സെമി ബനാറസിയിലേക്ക് തന്നെ നമുക്ക് വേറൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട്, അതും കൂടെ കാണാം. നമ്മുടെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് സെമി ബനാറസിയിലേക്ക് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓഫ് വൈറ്റും ഒരു ക്രീമും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. നമുക്ക് ഇതിനിപ്പോൾ വേണേൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു മെറൂൺ ഗ്രീൻ അങ്ങനത്തെ കളേഴ്സിന്റെ ഒക്കെ കൂടുതലേക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ. ഓണത്തിനകത്തേക്കാണെങ്കിലും ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഡിസൈനും ഒക്കെ ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു വലിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് ഇതിനകത്തേക്ക് ബനാറസി വീവിങ് വന്നേക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഓഫ് വൈറ്റ് കളറിലെ ഹക്കോബയുടെ ദുപ്പട്ട കേട്ടോ. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിത് ചെയ്തു തരുന്നതിന് മുന്നേ നമ്മളൊരു ഓഫ് വൈറ്റ് അനാർക്കലിയുടെ കൂട്ടത്തിലേക്ക് കിട്ടിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകും. നല്ല അടിപൊളിയായിട്ടൊരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ബോർഡേഴ്സിലേക്കായിട്ട് നല്ല ഭംഗിയായിട്ട് ലേസ് വർക്ക് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 549 റേറ്റിലേക്കാണ്. ഇതും അത്യാവശ്യം നല്ല വീതിയും നല്ല നീളവും ഒക്കെയുള്ള വൺ സൈഡോ ടു സൈഡോ എങ്ങനെ വേണമെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു ദുപ്പട്ടയാണ്. ഇതെന്താ കുറെ ഓഫ് വൈറ്റുകളുടെ ഇടയ്ക്ക് ഒരു ഗ്രീൻ വന്നേക്കുന്നത് ഇപ്പോൾ കുറെ പേര് ചിന്തിക്കുന്നുണ്ടാവും. നമുക്കിവിടെ ഒരുപാട് എൻക്വയറി വന്നൊരു ഷെയ്ഡാണ്. കാരണം എല്ലാ ടൈപ്പ് ഓഫ് എംബ്രോയിഡറി എല്ലാ ഇതിനകത്തേക്കും പ്രിന്റ് ആണെങ്കിലും എല്ലാത്തിനകത്തേക്കും വന്നൊരു കോമ്പിനേഷൻ ഫ്ലോറൽ പ്രിന്റുകളായിരിക്കും ഓണത്തിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സെയിം കളർ ദുപ്പട്ടയല്ല, അതിനകത്ത് എന്താണെങ്കിലും കുറച്ച് ലീഫ് ഉണ്ടാകും. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ രീതിയിലേക്കുള്ള ദുപ്പട്ടാസ്. നമ്മുടെ ഇതിന്റെ ഷെയ്ഡ് വന്നേക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരറ്റ് ഗ്രീനും ഒലിവ് ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാം നമ്മുടെ ആ ഒരു ഓഫ് വൈറ്റിന്റെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ക്രീം കളറിന്റെ കൂട്ടത്തിലേക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് 360 ആട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോട്ട പോലത്തെ ഒരു ഫാബ്രിക്കാണ്, കോട്ട ചെക്സ് പോലത്തെ. അതിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. ഇതിന്റെ എൻ പോർഷനിലേക്കായിട്ട് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല വീതിയും നല്ല നീളം ഒക്കെയുള്ള ദുപ്പട്ടയാണ്. റേറ്റ് 360. ഓണം തീമിലേക്ക് നമ്മുടെ ഓഫ് വൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ ഒരു ചിക്കു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഓണം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡാർക്ക് കളേഴ്സ് എല്ലാത്തിൻ്റെ കൂടുതലേക്ക് മാച്ച് ചെയ്യുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡ്. ഇതും വന്നേക്കുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഹക്കോബയാണ്. സൈഡ് ബോർഡേഴ്സിലേക്കായിട്ട് ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് 549. നമ്മുടെ ചിക്കു ഷെയ്ഡിലേക്ക് തന്നെ വന്നേക്കുന്ന നെക്സ്റ്റ് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഗ്രീനിന്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ. നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പീച്ച്, റോയൽ ബ്ലൂ കുറേ കളേഴ്സിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാബ്രിക്കിന്റെ ദുപ്പട്ടാസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ദുപ്പട്ട. കാരണം കാണുമ്പോൾ ഇതൊരു നല്ലൊരു പ്രീമിയം ഫീൽ തോന്നുന്ന ഒരു ദുപ്പട്ടയാണ്. കോട്ട ചെക്സ് പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ട് തന്നെ വന്നേക്കുന്നത്. 360 ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത്. നല്ല രസമല്ലേ? ഇതൊരു 3 പീസ് സെറ്റ് ഒക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കറക്റ്റ് മാച്ചിങ് ആട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ദുപ്പട്ടാസിനകത്തോ ബോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. വാട്സാപ്പിനകത്ത് ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു സീസൺ ആകുമ്പോൾ, ഫെസ്റ്റീവ് സീസൺ ഒക്കെ ആകുമ്പോൾ ബൾക്ക് ഓർഡേഴ്സ് വരുന്നത് മുഴുവൻ നമ്മുടെ വാട്സാപ്പ് ത്രൂ ആണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ അങ്ങനെയൊക്കെ ആയിട്ട് ടീച്ചേഴ്സോ അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മെസ്സേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പെൻഡിങ് ഉള്ളതുകൊണ്ട് നിങ്ങൾ നേരെ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. നമ്മളൊരു എന്താ പറയുക മസ്റ്റ് ട്രൈ ആയിട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ ഒരു കൈൻഡ് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. നമ്മൾ ഒരുപാട് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. കിട്ടിയ കസ്റ്റമേഴ്സിന് ഒത്തിരി സന്തോഷമുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.